ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ലോകം മുഴുവൻ കീഴടക്കിക്കൊണ്ടിരിക്കുന്ന AI ചാറ്റ് ബോട്ടുകളെ പറ്റി നമുക്കൊന്ന് അറിഞ്ഞിരിക്കേണ്ടേ. 2022 നിർമ്മിച്ച ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പ്ലാറ്റ്ഫോമിൽ ഉള്ള ChatGPT എന്ന ഓപ്പൺ AI ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് GPT മോഡലുകൾ ആപ്ലിക്കേഷനുകൾക്ക് മനുഷ്യ സമാനമായ വാചകവും ഉള്ളടക്കവും ചിത്രങ്ങൾ, സംഗീതം അതുപോലെയുള്ളവ സൃഷ്ടിക്കാനും സംഭാഷണ രീതിയിൽ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാനുമുള്ള കഴിവുകൾ ഉണ്ട്. ഓപ്പൺ AI നിർമ്മിച്ച ഒരു വലിയ ഭാഷാ മോഡലാണിത്. ബ്ലോഗ് പോസ്റ്റുകൾ എഴുതുക, വെബ്സൈറ്റുകൾ നിർമ്മിക്കുക, ദൃശ്യങ്ങൾ രൂപകൽപ്പന ചെയ്യുക, ആനിമേഷനുകൾ നിർമ്മിക്കുക, കോഡ് എഴുതുക, സങ്കീർണമായ വിഷയങ്ങൾ ഗവേഷണം ചെയ്യുക, കവിതകൾ രചിക്കുക തുടങ്ങി വിപുലമായ ജോലികൾ ഓട്ടോമേറ്റ് ചെയ്യാനും മെച്ചപ്പെടുത്താനും ഈ സാങ്കേതികവിദ്യ ChatGPT ഉപയോഗിക്കുന്നു. മനുഷ്യരെ പോലെ സംസാരിക്കാനും എഴുതാനും കഴിയും ഈ AI മോഡലിന്. ലളിതമായി പറഞ്ഞാൽ മനുഷ്യരുമായി സംവദിക്കുന്ന ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാമാണ് ChatGPT നമ്മളെ പരിചയപ്പെടുത്തുന്നത്. ഇതിന് ചില പരിമിതികളുമുണ്ട്. ചിലപ്പോൾ വിശ്വസനീയമായി തോന്നിക്കുന്നതും എന്നാൽ തെറ്റായതോ അർത്ഥശൂന്യമായോ ഉത്തരങ്ങൾ ചില സമയങ്ങളിൽ നൽകുന്നുണ്ട്. ചിലപ്പോൾ അമിതമായ ചില വാചകങ്ങൾ ഉപയോഗിക്കുന്നു. ChatGPTയുടെ CEO സാം ആൾട്ട്മാൻ ആണ് ഈ കമ്പനി തുടക്കം കുറിച്ചത്. കമ്പനി ഇലോൺ മസ്ക് ഏറ്റെടുക്കാൻ ബിഡ് സമർപ്പിച്ചിട്ടുണ്ട്. ആ ബിഡ് സക്സസ് ആയാൽ ഈ കമ്പനിയും ഇലോൺ മസ്കിൻ്റെ അണ്ടറിലേക്ക് വരും എന്നാണ് അറിയാൻ സാധിച്ചത്. അടുത്ത കമ്പനിയാണ് ഗൂഗിളിൻ്റെ ജെമിനായി. നമ്മുടെ ഇന്ത്യക്കാരനായ CEO സുന്ദർ പിച്ചൈ നേതൃത്വം നൽകുന്ന തമിഴ്നാട്ടിലെ മധുരൈക്കാരനായ പിച്ചൈ സുന്ദരരാജൻ ഗൂഗിൾ മാപ്പ് പോലെ ലോകം കീഴടക്കാനായി ഇറങ്ങിയ ഗൂഗിൾ AI മോഡലാണ് ജെമിനായി. ഗൂഗിൾ വികസിപ്പിച്ച ഡീപ്പ് മൈൻഡ് ഒരു ശക്തിയേറിയ AI മോഡലാണിത്. ഇത് ChatGPT പോലുള്ള മോഡലുകളുമായി മത്സരം ചെയ്യുന്നതിനായി രൂപകൽപ്പന ചെയ്തിരിക്കുന്നു. ഇതിൽ ടെക്സ്റ്റ്, ഇമേജ്, ഓഡിയോ, കോഡ് എന്നിവ ഒരുമിച്ച് മനസ്സിലാക്കാൻ കഴിവുള്ള ഒരു മൾട്ടി AI മോഡലാണ്. ജെമിനായും ChatGPTയും വേഗത്തിലുള്ളതും കൃത്യവുമായ പ്രതികരണങ്ങൾ നൽകുന്നു. ഓരോന്നും വ്യത്യസ്തതയിൽ മികച്ച പ്രകടനവും നടത്തുന്നു. ഇവ രണ്ടും ഇപ്പോൾ സൗജന്യ പ്ലാനിൽ നമുക്കെല്ലാം ലഭിച്ചുകൊണ്ടിരിക്കുന്നു. അതുപോലെ പണമടച്ചുള്ള ഉപയോഗത്തിനുള്ള പ്ലാനുകളും നിലവിലുണ്ട്. ChatGPTയും ജെമിനായും നല്ല രീതിയിൽ പ്രതികരണങ്ങളാണ് ഉപഭോക്താക്കൾക്ക് നൽകുന്നത്. ചുരുക്കം പറഞ്ഞാൽ ChatGPT വേഴ്സസ് ജെമിനി. ഇപ്പോൾ പുതിയതായി ചൈനീസ് കമ്പനി ഇറങ്ങിയിരിക്കുന്ന DeepSeek, അപ്പോൾ അവരും കൂടി ഇന്ന് മാർക്കറ്റിൽ വളരെയധികം വലിയ മത്സരങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അടുത്ത AI മോഡലാണ് DeepSeek. ഇപ്പോൾ ലോകത്ത് സംസാര വിഷയമായ ഒരു AI മോഡൽ. DeepSeek എന്നാൽ ആഴത്തിൽ അന്വേഷിക്കുക എന്നർത്ഥം വരുന്ന ഒരു ചൈനീസ് കമ്പനിയാണ്. ഓപ്പൺ AIയുടെ ChatGPT, ജെമിനായി പോലുള്ള ടോപ്പ് AI മോഡലുകളുമായി മത്സരിക്കുന്നു. DeepSeek ഇത് സാങ്കേതിക ജോലികളിലും ഗണിതശാസ്ത്രത്തിലും വളരെയധികം മികവ് പുലർത്തുന്നു. ഗണിതം, കോഡിംഗ്, ആലോചന, കഴിവ് എന്നിവയിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നു. DeepSeekൻ്റെ ചിലവ് ഏകദേശം $6 മില്യൺ മാത്രമാണ് എന്നാണ് അറിയുന്നത്. എന്നാൽ ChatGPT പോലെയുള്ള മോഡലുകളുടെ ചെലവ് $100 മില്യൺ ആണ്. അതാണ് ഇവ തമ്മിലുള്ള വ്യത്യാസം. 2025 ജനുവരിയിൽ DeepSeek A1
അസിസ്റ്റൻ്റ് ആപ്പ് iOS ആപ്പ് സ്റ്റോറിൽ ഏറ്റവും കൂടുതൽ ഡൗൺലോഡ് ചെയ്യപ്പെട്ട ആപ്പായി മാറി. ChatGPTയെ മറികടന്നു. ഇത് അതിൻ്റെ വേഗമേറിയ ആഗോള സ്വീകാര്യത വ്യക്തമാക്കുന്നു. എന്നാൽ ഡീപ്സീക്ക് ChatGPTയെ അപേക്ഷിച്ച് കൂടുതൽ അപകടകരമായ ഉത്തരങ്ങൾ നൽകാൻ സാധ്യത ഉണ്ടെന്നും ഡൗൺലോഡ് ചെയ്യുന്നവരുടെ ഡാറ്റ എന്തു ചെയ്യുന്നു എന്നുള്ള ഉത്തരം കിട്ടിയില്ലാത്തത് കാരണം ഇറ്റലി പോലുള്ള രാജ്യങ്ങൾ ഇതിന് വിലക്കേർപ്പെടുത്തിയിരിക്കുന്നു. സൗജന്യ ചാറ്റ്ബോട്ട് ആപ്പായ ഡീപ്സീക്കിൻ്റെ റിലീസോടെ ടെക് വ്യവസായത്തിൽ കോളിടുക്കം സൃഷ്ടിച്ചിരിക്കുകയാണ്. ഈ ആപ്പിൻ്റെ വരവ് ഡീപ്സീക്ക് ഷോക്ക് എന്നാണ് US ടെക് കമ്പനികളെ പറയുന്നത്. US ടെക് കമ്പനികളെ അപ്രതീക്ഷിതമായി ഒറ്റ ദിവസം അവരുടെ കമ്പനികളുടെ ഷെയർ വാല്യൂ ഇടിഞ്ഞു. ഇവർക്ക് ഒറ്റ ദിവസം $108 ബില്യൺ നഷ്ടമുണ്ടായതായി കണക്കാക്കുന്നു. അതായത് ഏകദേശം 9 ലക്ഷം കോടി രൂപ. എന്നാൽ ഇതൊക്കെയാണെങ്കിലും ഇന്ത്യക്കാരെ വ്രണപ്പെടുത്തുന്ന കാര്യങ്ങളും ഉണ്ട് ഈ AI ചാറ്റ്ബോട്ടിൽ. ChatGPT, ജെമിനി ഇവയോട് അരുണാചൽ പ്രദേശ് ഏത് രാജ്യത്തിലാണോ എന്ന് ചോദിച്ചാൽ ഉത്തരം കിട്ടും. അതിൻ്റെ അതിർത്തികളും നമുക്ക് കിട്ടും. എന്നാൽ ഡീപ്സീക്കിൽ അരുണാചൽ പ്രദേശിനെ കുറിച്ച് ചോദിക്കൂ, കിട്ടുന്ന ഉത്തരം നോക്കൂ. അരുണാചൽ പ്രദേശ് ഏത് രാജ്യത്തിലുള്ള ഒരു സ്ഥലമാണെന്ന് ചോദിക്കൂ, അല്ലെങ്കിൽ ഇന്ത്യൻ സംസ്ഥാനത്തിൻ്റെ സ്റ്റേറ്റുകളുടെ പേര് ആൽഫാബറ്റ് ഓർഡറിൽ ചോദിക്കൂ. അങ്ങനെ അരുണാചൽ പ്രദേശുമായി ചോദ്യങ്ങൾ വന്നാൽ ഈ AI സംവിധാനം പറയുന്നത് ഇന്ത്യക്കാരെ സംബന്ധിച്ച് ബുദ്ധിമുട്ടുണ്ടാക്കും. ഇതുപോലെ കാശ്മീരിനെ കുറിച്ചോ അല്ലെങ്കിൽ ലഡാക്ക് എന്നിവയെക്കുറിച്ച് ചോദിച്ചാലും ഉത്തരം സോറി ദാറ്റ്സ് ബിയോണ്ട് മൈ കറൻറ്റ് സ്കോപ്പ്, ലെറ്റ്സ് ടോക്ക് അബൌട്ട് സംതിങ് എൽസ്. അതായത് ക്ഷമിക്കണം, മറ്റെന്തെങ്കിലും സംസാരിക്കുന്നു, എൻ്റെ നിലവിലെ പരിധിക്കപ്പുറമാണ് ഈ കാര്യങ്ങൾ എന്നെല്ലാമാണ് അത് എഴുതി പിടിപ്പിക്കുന്നത്. എന്താണ് ഇത്? ചൈനക്കാർ ഇന്ത്യയോട് കാണിക്കുന്ന തന്തയില്ലായ്മ തരമല്ലേ എന്ന് നമുക്ക് ചോദിക്കാൻ തോന്നും. അതുകൊണ്ട് ഇറ്റലി അവരുടെ രാജ്യത്ത് നിരോധിച്ചതുപോലെ ഇന്ത്യയിലും ഇത് നിരോധിക്കേണ്ടേ എന്നാണ് ഒരു പ്രശസ്ത ചോദ്യം. അതോ അമേരിക്കയിൽ കുടിയേറിയ ഇന്ത്യക്കാരെ കൂച്ചുവിലങ്ങിട്ട് അവരുടെ യുദ്ധവിമാനത്തിൽ ഇന്ത്യയിലേക്ക് നാട് കടത്തിയപ്പോൾ മിണ്ടാതിരുന്നതുപോലെ ഇതും കണ്ടില്ല എന്ന് നടിക്കുന്നതോ? അതോ യോഗാസനത്തിലെ മെയ് വഴക്കത്തോടെ ആരെയോ സാഷ്ടാംഗം പ്രണമിക്കുന്നതോ എന്തോ ആണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത് ഉറപ്പായും ഇന്ത്യക്കാരെ വ്രണപ്പെടുത്തുമെന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ട് പണ്ട് കവി പാടിയതുപോലെ ഇന്ത്യ എന്ന് കേട്ടാൽ എന്താണോ അതാവണം നമ്മൾ എന്നാണ് ഇവിടെ സൂചിപ്പിക്കാനുള്ളത്. അപ്പോൾ അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ബായ്.